നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ തിരുവാതിര ആശംസകൾ. അപ്പോൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മിക്കവരും റിസൾട്ട് പറയുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം കേട്ടോ കേൾക്കുന്നതിൽ. നിങ്ങൾക്കത് പറയാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളെല്ലാം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പിന്നീട് കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർക്ക് മുടി കൊഴിച്ചിലുണ്ട്, മുടി വളരണം, പിന്നെ ഫ്രീസി ആയിട്ടുള്ള ഹെയർ ഒന്ന് റെഡിയാക്കി തരണം. ഈ കട്ട പിടിഞ്ഞ് കിടക്കുമ്പോൾ വിടുത്താനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മുടി അവർക്ക് ഒന്ന് ഭംഗിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ടിപ്സ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഇന്നൊരു പുതിയ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ലളിതമായിട്ടുള്ളത്, നമ്മുടെ ചുറ്റുപാടും നമുക്ക് കണ്ടിട്ടുള്ളതും നമ്മുടെ വീട്ടിലുള്ളതുമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സിമ്പിളാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. അതായത് ഇത് ഉലുവയാണ്. ഉലുവ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇതൊന്ന് കുതിർത്തിയിടാം. കുതിർത്തിയിട്ടിട്ട് വെക്കാം. കുതിർത്തി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന നമ്മുടെ ഹൈബിസ്കസ് കേട്ടോ. ഈ ഹൈബിസ്കസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈബിസ്കസ് ചായ ഉണ്ടാക്കാം. ഹൈബിസ്കസ് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഡെയിലി കുടിക്കുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും കേട്ടോ. ബ്ലഡ് പ്രഷർ മാറും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, പിന്നെ നമുക്ക് ഉള്ളിലുള്ള വേദനകളൊക്കെ മാറും. ബ്ലഡ് സർക്കുലേഷൻ ശരിയാവുമ്പോൾ തന്നെ നമുക്കെല്ലാം ശരിയാവുമല്ലോ. ഇത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. ലേഡീസിനാണെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെനപ്പോസ് ആയവർക്കും മെൻസ്ട്രൽ പീരീഡിലുള്ളവർക്കും ഉള്ള ആ ഒരു വയറുവേദന ഉണ്ടല്ലോ, അതുപോലെ വയറിൻ്റെ അടിയിൽ വശമുള്ള കട്ടിപ്പ്, അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വേദനകളൊക്കെ മാറും, വയറുവേദന എല്ലാം മാറും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി 5 ഇതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും കേട്ടോ, വീഡിയോസ് അറിയാമല്ലോ. അപ്പോൾ ഈ 5 ഇതള് ചെമ്പരത്തിപ്പൂ, 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ കഴുകി വൃത്തിയാക്കിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 5 എണ്ണം കേട്ടോ, 5 പൂ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഡെയിലി അത് കുടിക്കാം കേട്ടോ. അപ്പോൾ അന്നേക്കുള്ളത് നമ്മൾ തിളപ്പിച്ചാൽ മതി. പിറ്റേ ദിവസത്തേക്ക് രാവിലെ വരെയും കുഴപ്പമില്ല, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കൊഴുപ്പ് തോന്നും കേട്ടോ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ഇത് ഡെയിലി തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അടിവയറുവേദന, കട്ടിപ്പ്, അങ്ങനെ എന്തൊക്കെയോ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇതുകൊണ്ട് ചായ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് അത്രയ്ക്കും നല്ല റിസൾട്ടാണ്, നല്ല മെഡിസിനലായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാലോ, ചെമ്പരത്തി കൊണ്ടുള്ള ഗുണങ്ങൾ അറിയാലോ. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം, പിന്നെ മുടി കൊഴിച്ചിൽ നിൽക്കണം, പിന്നെ കൂടാതെ ഫ്രീസി ആയിട്ടുള്ള ഹെയർസിനെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും, വേർപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇപ്പം ഇതിന് മൊത്തത്തിലുള്ള നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുഞ്ഞു ടിപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. ചെമ്പരത്തിപ്പൂ ഈ ഞെട്ടോടുകൂടി എടുക്കുക കേട്ടോ. ഞെട്ട് ഇരുന്നോട്ടെ, കളയണ്ട കേട്ടോ. നമുക്ക് 1-2 സ്പൂൺ, അതായത് ഓരോരുത്തരുടെ മുടി എന്തോരുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉലുവ എടുക്കാം കേട്ടോ. ഇതൊരു 5 പൂവ് എടുത്തോളൂ, 5 പൂവ്. പിന്നെ ഉലുവ നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം, 1-2. മുടി കൂടുന്നതനുസരിച്ച് നമുക്ക് കൂട്ടി എടുക്കാം കേട്ടോ. അപ്പൊ എന്നിട്ട് ഇത് അരച്ച് പേസ്റ്റ് പോലെ ആക്കാം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ, ഞാൻ കാണിച്ചു തരാറുണ്ടല്ലോ, കോട്ടൺ തുണിയിൽ എങ്ങനെയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് അരിച്ചെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇതിൽ പിശുറ് പോലെ ഉണ്ടാവും, തരി പോലെ. അപ്പോൾ ഇത് നമുക്ക് തലമുടിയിലും തലയോട്ടിലൊക്കെ വന്ന് വയ്ക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുടിയിലൊക്കെ പോകാൻ ബുദ്ധിമുട്ട്, ടൈം ഒരുപാട് വേണം കഴുകി കളയാനൊക്കെ ആയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് അത്രയും വേണ്ട, ടൈം ഒന്നും അധികം വേണ്ട. ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ ജെല്ല് മാത്രം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു 5 ml ഇത് അരച്ച് നമ്മൾ അരിച്ചെടുത്തിട്ട് ആ ജെല്ലിൽ ഒരു 5 ml ഒലിവ് ഓയിൽ ഒഴിക്കാം. ഈ 5 ml ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലോട്ടി മുതൽ അപ്ലൈ ചെയ്ത് വരാം. തലോട്ടിൽ അപ്ലൈ ചെയ്യുക, കൂടാതെ മുടിയിൽ അറ്റം വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക്
ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. നീർപ്പിടുത്തമില്ലാത്തവർക്ക് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് കേട്ടോ. രാവിലേക്ക് ഉണ്ടെങ്കിൽ തേച്ചോളൂ, എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാമല്ലോ. എന്നിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വാഷ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. ഷാമ്പു വേണ്ട, സോപ്പ് വേണ്ട, അറിയാലോ. ആദ്യം തന്നെ നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് സോപ്പ് അവോയ്ഡ് ചെയ്യുക, ഷാമ്പു അവോയ്ഡ് ചെയ്യുക. ഇതിലൊക്കെ കെമിക്കൽസ് ഉണ്ടാവും. അതാണ് ചിലവർ ഷാമ്പു ഒക്കെ തേച്ച് കഴിയുമ്പോൾ നല്ല തലവേദന എടുക്കുന്നു എന്ന് പറയുന്നില്ലേ. അപ്പൊ അതില് കെമിക്കൽസ് ഒന്നും നമുക്ക് സ്കിന്നിനോ തലയിലോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല സൈഡ് എഫക്റ്റും ഉണ്ടാവും. ധാരാളം മുടി കൊഴിഞ്ഞു പോകും, താരൻ വരും. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഇത് നിർത്തിയവർക്ക് വളരെയധികം റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇതിന് പകരം എന്താണ്? അപ്പൊ എല്ലാവരും വിചാരിക്കും സോപ്പും ഷാമ്പുവും നിർത്തി കഴിഞ്ഞാൽ പിന്നെ മുടിയിലെ അഴുക്ക് എങ്ങനെ കളയും എന്ന്. ഇതിനും വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോപ്പിനും ഷാമ്പുവിനും പകരം എന്ത് കേട്ടോ. നമുക്ക് ഇത് ഏതൊക്കെ തരത്തിൽ നമുക്ക് മുടിയുടെ ഓയിൽ, ഓവറായിട്ടുള്ള ഓയിൽ കളയാം, അതുപോലെ നേച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നിലനിർത്തിക്കൊണ്ട് കേട്ടോ. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നേച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഓയിലൊക്കെ പോകും കേട്ടോ. അത് മുടി പൊട്ടാനിടയാവും, കൊഴിഞ്ഞു പോകാനിടയാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നേച്ചുറൽ ആയിട്ടുള്ള ഈ ഓയിൽ നിലനിർത്തും വേണം, ഓവറായിട്ടുള്ള ഓയിൽ കളയും വേണം, ചെടി അതെല്ലാം നമുക്ക് കളയും വേണം. കൂടാതെ നമ്മുടെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഒരു ആശ്വാസമാണ്, അതും പോകും. അപ്പൊ ഇതിനൊക്കെ പറ്റിയത് ഞാൻ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ഇല്ലാതെ ഷാമ്പു ഇല്ലാതെ നമുക്ക് നമ്മുടെ മുടി ഭംഗിയായിട്ട് ചെളിയൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും. അതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ കുഞ്ഞു ടിപ്സ്. അപ്പൊ ഇത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്ത ജെല്ല്. അല്ലോ ഈ ജെൽ പരുവാണ്. പക്ഷെ നമ്മൾ ഇത് തലയിൽ തേച്ച് കഴിയുമ്പോൾ ഇതിപ്പോ നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും വേണ്ട, ചെറിയ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ അത് മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കളറായിട്ടുള്ള ഒരു തുണി എടുക്കാം. തുണി എടുത്തിട്ട് കളർ തുണി എടുത്താൽ മതി കേട്ടോ. കാരണം എന്നിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി വെക്കാമല്ലോ. ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ അരിച്ച് പിഴിഞ്ഞെടുക്കാം. അപ്പൊ തട്ടും തരിയെല്ലാം ഈ തുണിയിലുണ്ടാവും. കണ്ടോ? ഇതുപോലെ അരച്ച് ജെല്ലായിട്ട് എടുക്കാം. ഇതാണ് കേട്ടോ ഒലിവ് ഓയിൽ. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ഒരു 5 ml പാകത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. 5 ml മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഉലുവയുടെ ഈ ജെല്ലായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ശരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. തലോട്ടിൽ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് തലമുടിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 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 തേച്ച് ആദ്യം തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇങ്ങനെ ലെയർ പോലെ എടുത്തിട്ട് നമുക്ക് ഈ തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതാകുമ്പോൾ മുടിക്കൊരു കണ്ടോ സിൽക്കി ഫീലിംഗ് വരും. നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സിൽക്കി ഫീലിംഗ് ആയിരിക്കും നമുക്ക് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കാം. ഇത് കഴിഞ്ഞ് മുടി വാഷ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ശരിക്കും നല്ല സിൽക്കി ഹെയർ ആയിട്ട് വരും. അപ്പൊ ഈ തലോട് മുതൽ നമുക്ക് മുടിമേം അതുപോലെ അറ്റം വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്താ ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സുഖം കിട്ടും കേട്ടോ. നല്ല തണുപ്പാണ്. അപ്പോൾ ഈ നീർപ്പിടുത്തമുള്ളവർക്ക് ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ നമ്മളൊരു രാസ്നാദിപ്പൊടി ഉണ്ടല്ലോ, രാസ്നാദിപ്പൊടി നിറയെ തിരുമിയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ നീരെടുക്കാം. വെള്ളം ചേർത്ത് ചതച്ച് അല്ലെങ്കിൽ അരച്ചോ പിഴിഞ്ഞെടുക്കാം മുരിങ്ങയിലയുടെ നീര്. എടുത്തിട്ട് അത് ഒന്ന് ചൂടാക്കുക. 1 സ്പൂൺ മതി കേട്ടോ. 1 സ്പൂൺ നീരെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ രാസ്നാദിപ്പൊടി ചേർത്ത് പേസ്റ്റ് പോലെ ആക്കാം.
എന്നിട്ട് നിറയെ തിരുമ്മാം. അപ്പോൾ നീർപ്പിടുത്തം ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറും കേട്ടോ. നീർപ്പിടുത്തം, തലവേദന ഉള്ളവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റാണ്. അമ്മയുടെ മുത്തച്ഛൻ വൈദ്യനായിരുന്നല്ലോ. മുത്തച്ഛൻ പറഞ്ഞ ചെറിയ വിദ്യകളാണ് കേട്ടോ. അത് അമ്മ എനിക്കും പറഞ്ഞു തരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയവർ പറഞ്ഞു കേട്ടോ. ആ മുരിങ്ങയില ജ്യൂസിൽ, നീരിൽ ഇതുപോലെ ചൂടാക്കിയിട്ട് രാസനാദിപ്പൊടി പേസ്റ്റ് പോലെ ആക്കി നെറുകയിൽ തിരുമ്മിയാൽ മതി കേട്ടോ. ഏത് വേദനയും മാറും, തലവേദന, നീർപ്പിടുത്തമൊക്കെ ഉണ്ടെങ്കിൽ മാറും കേട്ടോ. അപ്പം എന്നിട്ട് ഇത് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാം, കംപ്ലീറ്റ് മുടിയിൽ അപ്ലൈ ചെയ്യാം. ആദ്യം തലോട്ടിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇങ്ങനെയാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ജസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് മുഴുവനും തലമുടി, തലയോട്ടിൽ, എല്ലാം കംപ്ലീറ്റ് അറ്റം വരെ ഇത് അപ്ലൈ ചെയ്യും. ചെയ്തിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗുണമാണ്, നല്ലൊരു ബെനിഫിറ്റാണ് എല്ലാവർക്കും കേട്ടോ. അധികം ചിലവില്ലാത്തതാണ് അല്ലേ. ചെമ്പരത്തിപ്പൂ കിട്ടുന്നത് സൂക്ഷിച്ച് വയ്ക്കുക, കൊണ്ടുവരിക, ചെയ്യുക. അല്ലാത്തവർ കൊമ്പുകൾ നട്ടുപിടിപ്പിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഗുണം കിട്ടുന്നത് ഇതെല്ലാം കൊണ്ട്. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മുടിയെ വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ടെൻഷൻ പാടില്ല. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ക്വിക്കായിട്ടും ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റിട്ട് ഒരു 5 മിനിറ്റ് മുടി മറ്റേ കോംപ് ചെയ്തുകൊണ്ടിരിക്കുക. കോംപ് ചെയ്യുക. ഇങ്ങനെ കോംപ് ചെയ്യുമ്പോൾ ഇത് ഹെഡ് മസാജും കൂടിയാണ്. അപ്പോൾ ഈ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആവും. അപ്പോൾ ധാരാളം മുടി ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. അതാണ് കുഞ്ഞു കുഞ്ഞു ടിപ്സ് രാവിലെ ചെയ്യാന്നുള്ളത്. പിന്നെ മുടി ഹൈഡ്രേറ്റ് ആയിട്ട് നോക്കാം. അതുപോലെ അലോവേറ ജെല്ല് പോലെയുള്ള ലീഫ് ഞാൻ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് ജെല്ല് വേർപെടുത്താതെ തന്നെ നമുക്ക് അതിൽ നിന്ന് ജെല്ലോട് കൂടി തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈസി മെത്തേഡ്, അതും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഒലിവ് ഓയിൽ പ്ലസ് അലോവേറ ജെല്ല് അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ പോരാ, നിങ്ങൾ ചെയ്തും നോക്കണം കേട്ടോ. ചെയ്താലാണല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവൊക്കെ മിക്കവർക്കും കിട്ടും, കിട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൊമ്പ് വാങ്ങിച്ചിട്ട് നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ചെടിച്ചട്ടിയിൽ പിടിപ്പിക്കാം, ബാൽക്കണിയിലൊക്കെ വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിലുള്ള താളിയായിട്ട് ഉപയോഗിക്കാം. നല്ല ലീഫും കിട്ടും, ചെമ്പരത്തി പൂവും കിട്ടും കേട്ടോ. അപ്പോൾ ഇരുന്ന് പറിക്കാൻ, മുഴുവനും പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ബാക്കി പറ്റണം എനിക്ക്. അപ്പോൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കാം കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ടെൻഷൻ കൂടിയാൽ മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല വരട്ടെ. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.